ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ തൃശ്ശൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആതിരപ്പള്ളിയാണ് പോണത്. ഞങ്ങൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷേ അപ്പോൾ ഞങ്ങൾ മേലെ മാത്രമേ പോയുള്ളൂ, താഴെ പോകാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ സ്നേഹതീരം പോകണമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് നടന്നതെന്ന് നിങ്ങൾ കണ്ടിട്ട് വരും. ഞാൻ പോകുന്ന വഴിയിൽ തന്നെ പറഞ്ഞുതരാമില്ല. പിന്നെ ഗൂഗിൾ മാപ്പ് പറഞ്ഞു തന്ന വഴി കൂടെ പോയതുകൊണ്ട് കുറച്ചൊക്കെ കറങ്ങിയിട്ട് കുറച്ച് ലേറ്റായി എത്താൻ. കുറച്ചധികം. അതിരപ്പള്ളി പോകുമ്പോൾ ലേറ്റായില്ല, വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ നല്ലോണം ലേറ്റായി. അത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ലേറ്റായിരുന്നു. അപ്പം നമ്മൾ അതിരപ്പള്ളി എത്തി. അപ്പോൾ കുറേ നടക്കാനുണ്ട് കേട്ടോ, നല്ലോണം നടക്കാനുണ്ട്. താഴെ മേലെ പോവാണെങ്കിലും കുറച്ച് നടക്കാനുണ്ട്, താഴെയാണെങ്കിൽ അതിനേക്കാളും നടക്കാനുണ്ട്. ഇറങ്ങണേനേക്കാളും കയറുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. പിന്നെ ഞാൻ ടയേർഡായി. പിന്നെ അതിനുശേഷം അവിടെ വാട്ടർഫാൾസിൻ്റെ ഏറ്റവും അടുത്ത് പോകണമെങ്കിൽ പാറയുടെ മേലെ കയറി ഇറങ്ങിയൊക്കെയാണ് പോയത്. പക്ഷേ നല്ല വേർത്താണ് കേട്ടോ, അടിപൊളിയാണ്. പക്ഷെ കുറച്ചുകൂടെ വെള്ളമുള്ള സമയത്ത് പോകണമായിരുന്നു. ഇത് കുറച്ച് സമ്മർ ആയതുകൊണ്ട് വെള്ളം കുറവായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അടിപൊളിയായിട്ട് ആ മിസ്റ്റൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര ഫീലാണ് ഗൈസ്. ഈ കാണുന്ന എല്ലാ വീഡിയോയും എടുത്ത് ഫറാസാണ്. അതിന് നമ്മളൊരു പ്രത്യേക നന്ദി പറയേണ്ടതുണ്ട്. ഞാൻ ടയേർഡായിട്ട് വീഡിയോ എടുത്തില്ല, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിന്ന് എടുക്കണ്ടായിരുന്നു. പിന്നെ കല്ലിൻ്റെ മേലെ കയറി ഇറങ്ങിയൊക്കെ ആകുമ്പോൾ എനിക്ക് ആ കയറുന്ന സമയത്ത് ഒന്നും അറിഞ്ഞില്ല. തിരിച്ച് വീട്ടിൽ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. എനിക്ക് ഭയങ്കര ടയേർഡായി. പക്ഷേ കുഴപ്പമില്ല, വെള്ളം കൂടുതലുള്ള സമയത്താണ് നമ്മൾ പോകേണ്ടത്. ഇപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, വീഡിയോയിൽ വെള്ളം കുറവായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. നല്ല രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാൻ. ആ വെള്ളം സ്പ്രേ ചെയ്യണമുണ്ടോ, അത് നല്ല രസമാണ്. അതിൻ്റെ ഏറ്റവും അടുത്ത് പോയി നിൽക്കണം. പിന്നെ ഈ വീഡിയോ ഞങ്ങൾ വീട്ടിൽ പോകണമെന്നാണ്. ഏകദേശം ഈ സമയമായി ഞങ്ങൾ സ്നേഹതീരം പോകുമ്പോൾ. അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അവിടെ വലുതായിട്ട് നിൽക്കാനും പറ്റിയില്ല. രാത്രി ആയപ്പോൾ പിന്നെ തിരയുടെ ശക്തിയൊക്കെ കൂടിയതുകൊണ്ട് പിന്നെ ഒരു 10 മിനിറ്റ് നിന്നിട്ട് അങ്ങനെ വന്നു. ഗൂഗിൾ മാപ്പ് പറഞ്ഞ വഴി കൂടെ പോയിട്ട് ഞങ്ങൾ 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ടത് 3 മണിക്കൂറായിട്ടും എത്താത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് രാത്രിയായി. വലുതായിട്ട് വീഡിയോയിലൊന്നും കാണിക്കാനുണ്ടായിരുന്നില്ല, അപ്പോൾ ഞങ്ങളൊന്നും കാണിച്ചില്ല. പിന്നെ ഞാൻ കിടന്നുറങ്ങി വണ്ടിയിൽ. ഇതെടുത്തത് ഫറാസാണ് എന്നാണ് ഞാൻ കേട്ടത്, കാരണം എനിക്കൊന്നും അറിയില്ലല്ലോ. പിന്നെ വന്ന വഴി തന്നെയാണ് പോകുന്നതും. കുറച്ച് ലേറ്റായി വീടെത്താൻ. വന്നത് ഞാൻ കിടന്നുറങ്ങി, പക്ഷേ അടിപൊളിയായിരുന്നു. സ്നേഹതീരം വലുതായിട്ട് കാണാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ലാസ്റ്റ് സ്നേഹതീരം എത്തിയിട്ട് അത് സ്നേഹതീരമാണോ എന്ന് അറിയാത്ത അവസ്ഥ വരെ ഉണ്ടായി. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ അത് വേറെ ഏതോ ബീച്ചിൻ്റെ പേരായിരുന്നു കാണിക്കേണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് അത് സ്നേഹതീരമാണെന്ന് മനസ്സിലായത്. മുമ്പ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴിതെറ്റാറുണ്ടെങ്കിലും ഇത്രയും വലിയ വഴിതെറ്റിൽ ആദ്യമായിട്ടായിരുന്നു. ഗൂഗിൾ മാപ്പ് അങ്ങനെയായി ഇങ്ങനെയായി കിണറ്റിൽ പോയി വണ്ടി വീണു എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. കിണറ്റിലൊന്നും വീണില്ലെങ്കിലും ഭയങ്കര ഒരു പണിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കാതെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചൊക്കെയാണ് പോയത്. അവിടെ പോയിട്ട് ഒന്നും കാണിക്കാനില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വീഡിയോ എടുത്തില്ല. എന്താണെന്നറിയില്ല ഗൈസ്, ഞങ്ങൾ ഇൻട്രോ ഒക്കെ എടുക്കും, പക്ഷേ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് മടിയാണോ എന്താ കുഴപ്പമെന്നറിയില്ല. ലാസ്റ്റ് ആകുമ്പോൾ ഞങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു എക്സ്ട്രാ ഉണ്ടാവില്ല. ഞങ്ങൾ ലാസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ് അതൊന്നും ഞങ്ങൾ പറയാറില്ല. കാരണം എന്താ പറയുക, ഞങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ വീഡിയോസ് എടുക്കുക. ട്രാവലിംഗ് വീഡിയോസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്തുമ്പോൾ തന്നെ ഭയങ്കര ലേറ്റാകും, പിന്നെ ഞങ്ങൾ ടയേർഡാകും. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഔട്ട്ഡ്രോ എടുക്കാറില്ല. ഔട്ട്ഡ്രോ എടുത്ത് അത് കയ്യിലുണ്ടാവാറുമില്ല, കാരണം അത് റെക്കോർഡാവില്ല. അങ്ങനത്തെ പല പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഔട്ട്ഡ്രോ ഞങ്ങളുമായിട്ട് വലിയ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഔട്ട്ഡ്രോ ഇതിലും ഇല്ല. ഞാൻ പറയണ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ ഇതിൽ പ്രോപ്പറായിട്ടുള്ള ഔട്ട്ഡ്രോ ഒന്നും ഇല്ല. അതിനുവേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ ഇത്ര നേരം ഫറാസാണ് എടുത്തത്, അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ടില്ല. എവിടെന്നോ ഒരു വീഡിയോ എടുത്തു തോന്നുന്നു, വണ്ടിയിൽ പോകുന്ന വീഡിയോ ഏതോ ഒന്ന് എടുത്തു.
വേറൊന്നും ഞാൻ എടുത്തിട്ടില്ല. സോ ഗൈസ് ഞങ്ങൾ വീട്ടിലെത്തി സുഖമായി കിടന്നുറങ്ങി. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.